പാപമോചന പുണ്യം നൽകുന്ന വൈകുണ്ഠ ഏകാദശി. വിഷ്ണു ആരാധനയും വ്രതം ഈ വിധം ചെയ്യണം. ഏകാദശി വ്രതത്തിന് ഹിന്ദുമതത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. അതേസമയം പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ ഏകാദശിക്ക് പുത്രദ ഏകാദശി എന്നും പേരുണ്ട്. ജ്യോതിഷപ്രകാരം ഈ വർഷം വൈകുണ്ഠ ഏകാദശിയിൽ ഒരേ സമയം നിരവധി ശുഭകരമായ യോഗങ്ങൾ രൂപം കൊള്ളുന്നു. ഈ ശുഭയോഗങ്ങളിൽ ആരാധന നടത്തുന്നത് വളരെ ഫലദായകമാണ്. വൈകുണ്ഠ ഏകാദശിയിൽ വ്രതമെടുക്കുന്നവർ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ഇതാ. വൈകുണ്ഠ ഏകാദശിയിൽ ശുഭമുഹൂർത്തങ്ങൾ. ഏകാദശി നാളിൽ, അതായത് ജനുവരി 10 സുസ്ഥിര, ചാർ എന്നീ പേരുകളിൽ ഒരു ഐശ്വര്യയോഗവും രൂപം കൊള്ളുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വിവിധ ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. വൈകുണ്ഠ ഏകാദശിയുടെ പ്രാധാന്യം. വൈകുണ്ഠ ഏകാദശി പുത്രദ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ വ്രതത്തിൻ്റെ പ്രാധാന്യം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ടുണ്ട്. ഈ വ്രതമെടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് യോഗ്യനായ ഒരു കുഞ്ഞിന് ജന്മം നൽകാനാകും. കുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും കഴിയും. കുട്ടിയുടെ ആരോഗ്യം മോശമാണെങ്കിലും ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഈ ഏകാദശിയുടെ വ്രതം മറ്റു പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശിയുടെ പൂജാവിധി എങ്ങനെയാണെന്ന് നോക്കാം. വൈകുണ്ഠ ഏകാദശി ദിനത്തെ അതിരാവിലെ ഉണർന്ന് കുളിയും മറ്റും കഴിഞ്ഞ് വ്രതാനുഷ്ഠാനം ആരംഭിച്ച് പൂജിക്കുക. ഈ വ്രതത്തിൽ മഹാവിഷ്ണുവിനൊപ്പം ഉണ്ണിക്കണ്ണനെയും ആരാധിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വൃത്തിയുള്ള സ്ഥലത്ത് വിഷ്ണുവിൻ്റെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിക്കുക. ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയും സമീപത്ത് സൂക്ഷിക്കുക. പശുവിൻ പാല് വിഗ്രഹങ്ങൾ അഭിഷേകം ചെയ്യുക. ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം മാല ധരിപ്പിക്കുകയും കുങ്കുമതിലകം പുരട്ടുകയും നെയ്വിളക്ക് കത്തിക്കുകയും വേണം. ഇതിന് പഴങ്ങൾ, വെണ്ണ, മധുരപലഹാരങ്ങൾ എന്നിവ നിവേദ്യമായി സമർപ്പിക്കുക. തുളസിയിലയും ഇതോടൊപ്പം സമർപ്പിക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. ഇതിനുശേഷം ആരതി നടത്തുകയും പ്രസാദ വിതരണം നടത്തുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനാകും. ഏകാദശി ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ആരാധിക്കുകയും പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുകയും വേണം. വൈകുന്നേരം നെയ്വിളക്ക് കത്തിച്ച് തുളസി ചുവട്ടിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. വൈകുണ്ഠ ഏകാദശി വ്രതം ദിവസം വൈകുന്നേരം ആൽമരത്തിൽ വെള്ളം സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിക്കുക. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഗോതമ്പോ അരിയോ സമർപ്പിക്കുക. എന്നിട്ട് ഇത് ദരിദ്രർക്ക് ദാനം ചെയ്യുക. നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള വിഷ്ണു അവതാരങ്ങളുടെയോ ക്ഷേത്രം സന്ദർശിച്ച് വൈകുണ്ഠ ഏകാദശി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുകയും ചെയ്ത് ആന്തരികമായി ആത്മീയ പൂർണ്ണത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്രത നിയമങ്ങൾ. വ്രതമെടുക്കുമ്പോൾ സാത്വിക ഭക്ഷണം കഴിക്കണം. വ്രതാനുഷ്ഠാനം അനുസരിച്ച് ദ്വാദശി വരെ ബ്രഹ്മചര്യം പാലിക്കണം. ഏകാദശിയുടെ തലേ രാത്രി നിലത്ത് കിടന്ന് ഉറങ്ങുക. ഏകാദശി രാത്രി ഉണർന്നിരുന്ന് ദൈവത്തെ ധ്യാനിക്കുകയും ആരാധിക്കുകയും വേണം. മനസ്സിൽ മോശമായ ചിന്തകൾ കൊണ്ടുവരരുത്. ആരെയും ചീത്ത പറയരുത്. നിരപരാധികളെ ഉപദ്രവിക്കരുത്. ദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണന് ഭക്ഷണം നൽകിയ ശേഷം നോമ്പ് മുറിക്കുക.